പ്രസംഗത്തിൽ മികവ് കാട്ടിയ കൊച്ചുമിടുക്കൻ രണ്ടുപേരും ഉണ്ട് നമ്മളോട്. ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ NK പ്രേമചന്ദ്രൻ വേദിയിലെത്തിയിരുന്നു. നമ്മുടെ MP കൊല്ലം MP എത്തിയിട്ട് പറഞ്ഞത് ഞാൻ പ്രസംഗത്തിലൂടെയാണ് കലാ മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മത്സരത്തിന്റെ പ്രസംഗ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോഴാണ് ഇത് തരുന്നത് അല്ലെ, ടോപ്പിക് തരുന്നത് 5 മിനിറ്റ് മുമ്പാണ് ടോപ്പിക് തരുന്നത്. നമുക്കൊരു ടോപ്പിക് കൊടുത്താലോ? ചെയ്യാൻ പറ്റുമോ? ചെയ്യും. ഓക്കെ, എന്ത് കൊടുക്കാം? മിഥുനെ കുറിച്ച് അങ്ങ് പറഞ്ഞോളൂ. ഈ മുറിവുണ്ടായതിനെ കുറിച്ചും ഒരു ടോപ്പിക്. മിഥുൻ ഒരു ആക്സിഡന്റിൽ അങ്ങ് പെട്ടു എന്നങ്ങ് പറഞ്ഞു. സത്യാന്വേഷികളായ സഹൃദരെ, നമ്മോടൊപ്പം വളരെ മനോഹരനായ ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്ന് ജനം TV-യുടെ ഡെസ്കിൽ ഏറ്റവും സുന്ദരനും സുമുഖനുമായ നമ്മോടൊപ്പമുള്ള ഇദ്ദേഹത്തെ കുറിച്ച് പറയാതെ വയ്യ. വളരെ ഫ്രീക്കനായി ഇരിക്കുന്ന ഇദ്ദേഹത്തെ കാണുമ്പോൾ അനുകരണീയമായ ഒരു ഭാവം എന്നിൽ പ്രകടമാകുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണടയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വസ്തു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുടി പറയാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമാണ്, വളരെ സുന്ദരമാണ്. അത് എനിക്കും എൻ്റെ മുടിയിൽ ഇതുപോലെ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. നമസ്കാരം. ഇത് കുറച്ച് കൂടി പോയി. കാരണം നേരത്തെ സെറ്റ് ചെയ്തതാണ്. ഈ കുട്ടി സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് മിഥുൻ നേരത്തെ സെറ്റ് ചെയ്ത് നിർത്തിയതാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എത്ര നിഷ്കളങ്കമായ മനസ്സിൽ നിന്നാണ്. നിഷ്കളങ്കമല്ല. മിഥുന്റെ നേരത്തെ അറിഞ്ഞൂടെ? അറിയില്ല. മോന്റെ പേരെന്താ? നല്ല സ്റ്റേജ് ഷോയാണ് ഇവിടെ നടക്കുന്നത്. ബാസിത്ത് പേരുള്ളവരും ഇതെന്ന് പേരുള്ളവരൊക്കെ ഇങ്ങനെയാ നല്ല സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയത്തുള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു പെർഫോമൻസിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. അതും ഇതിന്റെ കെയർ ഓഫ് ആണോ? ഇല്ല, ഒരിക്കലുമല്ല. നമ്മളിൽ ഏറ്റവും നിഷ്കളങ്കമായ ഏറ്റവും സത്യസന്ധമായ വാക്കുകൾ ഇവിടെ ഉണ്ടാവുന്നത് മാത്രമാണ്. ബിനീഷ് അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല.